ക്രൂശിന്മേൽ തന്റെ തിരുരക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി പരിശുദ്ധ സഭ ആദിമകാലം മുതലേ പീഡനങ്ങളും ദണ്ഡനങ്ങളും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് നിലനിൽക്കുന്ന തർക്കങ്ങളും വ്യവഹാരങ്ങളും പ്രതികൂലതകളും മാറി തന്റെ സമാധാനം നിറഞ്ഞൊരു മണവാട്ടി സഭയായി ഇതിനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കരുണയാക്കട്ടെ. ദൈവം ഇടപെടട്ടെ. ഈ ദിനങ്ങളിൽ പരിശുദ്ധ സഭ മഹാപരിശുദ്ധനായ മോർ ഗീവറിസദാട് പെരുന്നാളിനെ ഭക്തിയാദരവോടെ കൊണ്ടാടുക. അപ്പോൾ തന്നെ ഈ ഇടവക കാലാകാലങ്ങളായി പരിശുദ്ധ അപ്പോസ്തലന്മാരായ മോർ പത്രോസിനെ പൗലോസിനെ അതുപോലെ തന്നെ അനുഗ്രഹത്തിന്റെ വാഴ്വുകളുടെ ഉറവിടമായി ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന പുണ്യപിതാക്കന്മാരായ മോർ യാക്കോബിനെയും മോർ ശമൂവിനെയും തങ്ങളുടെ മധ്യസ്ഥന്മാരായി സ്വീകരിച്ച് അവരുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കൂടി വരുന്ന ദിനമാകിയാൽ വീണ്ടും കൂടി വന്ന് ബലിയർപ്പിപ്പാൻ ഇടയാക്കിയ ദൈവത്തെ നമുക്ക് വീണ്ടും സ്തുതിക്കാം. ഇന്ന് നാം വായിച്ച് ധ്യാനിക്കുന്നതായ തിരുവചന വിശുദ്ധ മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ളതായ വേദഭാഗം. പത്രോസ് കർത്താവിനോട് എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സകലവും വിട്ട് നിന്റെ പിന്നാലെ വന്നിരിക്കുന്നു. അർത്ഥഗർഭമായ ഒരു വാചകമാണ്. Really, he is the tongue of all the disciples or the apostles. അവരുടെ എല്ലാം പ്രതിനിധിയായി, അവരുടെ ജിഹ്വയായി കർത്താവിന്റെ മുമ്പിൽ തങ്ങളുടെ ആകുലത പറയുക. ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു. നീ എന്ന ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു രക്ഷാകര ദൗത്യം അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ അടുത്തിടെയായി അല്പം ഭയമുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട് ക്രൂശിക്കപ്പെടും, കബറടക്കപ്പെടും എന്നൊക്കെ. അവിടുന്ന് പോയാൽ ഈ യഹൂദന്മാർ ഞങ്ങളെ വെറും വയ്യാല് വെച്ചേക്കില്ല, ചവിട്ടിക്കൂട്ടി. ഒത്തിരി അർത്ഥങ്ങൾ നിറഞ്ഞതായ വാചകമാണ്. നാളെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഭാര്യമാര് വീട്ടിലോട്ട് കയറ്റത്തില്ല, പിള്ളേര് കല്ലെടുത്തെറിയും. ഞങ്ങളുടെ ഭാവി എന്താ? യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യം യേശു ക്രിസ്തുവിന് പിന്നാലെ പോയിട്ടുള്ളതായ സകല പരിശുദ്ധന്മാരുടെ ചോദ്യങ്ങൾ തന്നെയാണ്. എന്താണ് വിശുദ്ധന്മാർക്ക് കിട്ടുക? ഈ ലോകത്തിന് സുഖവും സൗഖ്യവും സൗഭാഗ്യങ്ങളും എല്ലാം വിട്ടൊഴിഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷിതാവും കർത്താവുമായിട്ട് അവർ സ്വീകരിച്ചു. ഞങ്ങൾക്ക് എന്താണ് ലഭ്യമാവുക? തീർച്ചയായും നമ്മുടെ നാളെയെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഭീതിയുണ്ട്. രോഗങ്ങൾ, ക്ലേശങ്ങൾ, വ്യാധികൾ ലോകം മുഴുവൻ നിറയുമ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ നമ്മളിൽ ആരുണ്ട് എന്ന് എനിക്കോ നിങ്ങൾക്കോ ബോധ്യമല്ലാതിരിക്കുമ്പോൾ പത്രോസിന്റെ സംശയം പോലെ തന്നെ നമുക്കെല്ലാം ഈ സംശയങ്ങളുണ്ട്. എന്നാൽ കർത്താവ് നൽകുന്ന മറുപടിയുണ്ട്. അവിടെ രണ്ട് ഘടകങ്ങളായിട്ട് നമുക്കതിനെ കാണാം. ഒന്ന്, സ്വയം ശൂന്യവൽക്കരിച്ച് തന്റെ കുരിശെടുത്തന്റെ പിന്നാലെ വരിക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർപ്പിക്കട്ടെ, കുരിശെന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഇന്ന് ഒരു അഭിമാനത്തിന്റെ ചിഹ്നമാണ്. പക്ഷെ അത് അപമാനത്തിന്റെ ചിഹ്നമായി കരുതപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തു അതിനെ അഭിമാനത്തിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നു. കഴുത്തിൽ ഒരു കുരിശൊക്കെ ഇട്ടുണ്ടാക്കുന്ന കാണാൻ ഒരു രസമാണ്. ഒരു 3 പവന്റെ ഒരു കുരിശൊക്കെ ആണെങ്കിൽ ഇച്ചിരി സുഖമുണ്ട്. പക്ഷെ കർത്താവ് കിടന്ന വെറും തടിക്കുരിശായിരുന്നു. എന്നാൽ നമ്മൾ ചില സമയത്ത് ആ കുരിശിനെ വേറൊരു അർത്ഥത്തിലൊക്കെ കാണാറുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് കുരിശു വരുന്നെന്ന് പറയും. പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത ടീച്ചർ ക്ലാസ്സിലോട്ട് വരും, പിള്ളേർ പറയും ആ കുരിശാണ്ട് പിന്നെയും വരും. പള്ളിയിലെ അച്ഛനും ട്രസ്റ്റിയും സെക്രട്ടറിയും കമ്മിറ്റിക്കാരുടെ വീട്ടിലോട്ട് വരുന്ന കാണുന്നത് കുരിശ് എല്ലാം കൂടെ ആണല്ലോ വരുന്നത്. പിരിവാന്ന വിചാരം. കാരണം പുരോഹിതന്മാരെ പിരിവിന്റെ ദൂതന്മാരായിട്ട് കാണുന്നത്. പക്ഷേ അവരുടെ സഹനങ്ങൾ ആരും അറിയാം. നമുക്ക് ഇഷ്ടമല്ലാത്തവരെ എല്ലാം നമ്മൾ കുരിശായി കാണും. മരുമകൾ കൂട്ടുകാരിയെ വിളിച്ചിട്ട് പറയും, എന്റെ അടി 2 കുരിശായിട്ട് ഇരിക്കുന്നത്, 2 കട്ടിലല്ലാത്തേ വല്യപ്പനും വല്യപ്പനും. നമുക്ക് ഹിതമല്ലാത്തവരെ എല്ലാം, ഹിതമല്ലാത്തതെല്ലാം തന്നെ കുരിശായി കാണുമ്പോൾ ക്രിസ്തു വഹിച്ച കുരിശിന്റെ പങ്കാളികളാകാൻ നമുക്ക് ആർക്കും ഭാഗ്യമില്ല. കാരണം അത് കുറേനക്കാരനായ ശീമോന് മാത്രമേ ആ ഭാഗ്യം കിട്ടിയുള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഓരോ ദൗത്യം ഏൽപ്പിച്ചു.
വീട്ടമ്മയാണെങ്കിൽ ആ വീട്ടിൽ ചെയ്യേണ്ടതായ ശ്രേഷ്ഠമായ നിരവധി ദൗത്യങ്ങൾ. ഗുരുനാഥനാണെങ്കിൽ തന്റെ കുഞ്ഞുങ്ങളെ നേരായ രീതിയിൽ പഠിപ്പിക്കുക എന്ന വലിയ ദൗത്യം. അവരെ മാതൃകയുള്ള ഗുരുനാഥനാണ്. അങ്ങനെ ഓരോ പ്രൊഫഷനും അതിൻ്റെതായ ദൗത്യങ്ങൾ നിറവേറ്റാൻ. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. എന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്നതായ കുരിശെന്താണ്? അതിന് ഞാൻ വിശുദ്ധിയോടും ബഹുമാനത്തോടും കാണുന്നു, അതോ പുച്ഛത്തോടെ കാണുന്നു? എന്നിൽ പരമേൽപ്പിക്കുന്ന ദൗത്യങ്ങളെ അത് വിശുദ്ധിയുടെ പദവുകളായി കാണുവാനുള്ളതായ ഒരു വിളിയായി കാണുവാൻ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. പത്രോസിനോട് മാത്രമല്ല, അവിടെ കൂടിയിരുന്ന തന്റെ അപ്പോസ്തലന്മാരോട് മുഴുവനായിട്ട് പറയുകയാണ്, എനിക്ക് വേണ്ടിയോ എന്റെ സുവിശേഷത്തിന് വേണ്ടിയോ ഒരു ശൂന്യവൽക്കരണത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന നിങ്ങളുടെ വീടായിരിക്കാം, നിങ്ങളുടെ വസ്തുവകകളായിരിക്കാം, നിങ്ങളുടെ ജീവനോപാധികളായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, മകനായിരിക്കാം, മകളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം. നിനക്ക് പ്രിയപ്പെട്ടത് എന്തോ അത് നീ ഇല്ലായ്മ ചെയ്യുന്നു, അത് വേണ്ട എന്ന് വെക്കുന്നു. അവിടെയാണ് നീ നേട്ടങ്ങൾ കൊയ്യുന്നത്. ലോകത്തിന്റെ സമ്പാദ്യങ്ങൾ, ലോകത്തിന്റെ സ്ഥാനങ്ങൾ, ലോകത്തിന്റെ സ്ഥാനങ്ങളൊക്കെയും സമ്പാദിച്ചിട്ടുള്ള അനേകരുണ്ട്. ഹിറ്റ്ലർ മുതലുള്ള അനേകരുണ്ട്. അവരൊക്കെ അനേകരെ കൊന്നൊടുക്കിയിട്ടാണ് ഇതെല്ലാം നേടിയത്. അവസാനം സദ്ദാം ഹുസൈൻ വരെയുള്ളവർ. ഇവരെല്ലാം ഈ ലോകത്തിൽ നിന്ന് ശൂന്യവൽക്കരിക്കപ്പെട്ട ഒന്നുമല്ലാതെ ശൂന്യമായ കരങ്ങളോടുകൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നു. അതിലെ കൈസറിന്റെ ഒക്കെ പേരിന്ന് വീട്ടിലെ പട്ടിക്കിടുന്ന അവസ്ഥയിലെത്തി. എന്നാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധന്മാരുടെ അനുഭവം എന്താണ്? അവർ ഈ ലോകത്തെയും ഇതിലുള്ളതായ സർവമോദങ്ങളെയും നമ്മുടെ കർത്താവിനെയും അവന്റെ കുരിശിനെയും പ്രതി ത്യജിച്ചു എങ്കിൽ അവർക്ക് നൽകുന്നതായ പ്രത്യാശയുടെ സന്ദേശം എന്താണെന്ന് നോക്കിയാട്ടെ. ഈ നാളുകൾ തന്നെ പീഡയോടുകൂടി 100 വിധമായ ഭവനങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ, മാതാപിതാക്കൾ, പുത്രന്മാർ, നിലങ്ങൾ ഇവയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനം പ്രാപിക്കുന്നില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു. എത്രയോ വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊന്ന് ചിന്തിച്ചാട്ടെ. സിറിയയും അവിടെ ഉൾപ്പെടുന്നതായ തന്റെ അധികാരപരിധികളിലെ വിശ്വാസ സമൂഹത്തെ എല്ലാം വിട്ടിട്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ, പ്രത്യേകിച്ച് മഞ്ഞിരിക്കല് ബാവയും കോതമംഗലം ബാവയും ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അവരിങ്ങോട്ട് പോകുന്നവൻ പറഞ്ഞില്ല, എന്റെ ബന്ധുക്കൾ ആരും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞില്ല, തനിക്ക് പ്രിയപ്പെട്ടവരാരും ഇല്ല എന്ന് പറഞ്ഞില്ല, എനിക്ക് ഭാഷ അറിയാൻ മേലെന്ന് പറഞ്ഞില്ല, എന്റെ സിംഹാസനം ഇവിടെ ഇരിക്കുന്നു പറഞ്ഞില്ല, എനിക്കുള്ളതെല്ലാം ഇവിടെ കടക്കുവാണല്ലോ എന്ന് പറഞ്ഞില്ല. ദൈവത്തെ പ്രതി അവർ വിട്ടൊഴിച്ചിറങ്ങി. മോർ പത്രോസും മോർ പൗലോസും അടങ്ങുന്നതായ 12 അപ്പോസ്തലന്മാരും യേശു ക്രിസ്തുവിനെ പ്രതി തങ്ങളുടെ സർവത്തെയും പരിത്യജിച്ചിട്ട് ലോകത്തിന്റെ നാനാകോണുകളിലേക്കും പോയി. അവരാരും തന്നെ പരിതപിച്ചില്ല, ദുഃഖം പറഞ്ഞില്ല, സങ്കടം പറഞ്ഞില്ല. എന്റെ ദൈവം വിളിച്ചവൻ വിശ്വസ്തനാവുന്നു, അവൻ എന്നെ കുറിച്ച് ചില പദ്ധതികളുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവരാണ്. ആലോചിച്ച് നോക്കിയ നമ്മുടെ എല്ലാ വീടുകളിൽ ഈ പരിശുദ്ധന്മാരുടെ ചിത്രങ്ങളുണ്ട്. നമ്മളെല്ലാം അവരെ മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്. അവരുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, ധൂപാർപ്പണം നടത്തുന്നു. നമ്മുടെ ആരുടെ രക്തബന്ധുക്കളല്ല. കർത്താവിന്റെ വചനം എത്രയോ ശക്തമാണ്, എത്രയോ സത്യമാണ്. കാരണം ഒന്നിന് 100 ബിന്ദുവല്ല, 1000 വീതമല്ല, 10,000 കണക്കിനല്ല, ലക്ഷക്കണക്കിന് ഈ ലോകത്തിൽ തന്നെ സർവസ്വവും നേടുവാൻ പറ്റും. മറുവശത്ത് ഒന്ന് ചിരിച്ചായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവർ നിത്യജീവൻ പ്രാപിക്കും. കൈസറിന്റെ പേര് എത്രയോ ഗംഭീരനായിരുന്നു, ഞാൻ പറഞ്ഞു, അത് ശൂനകൻ. എന്നാൽ ആരും തന്നെ വിശുദ്ധന്മാരുടെ പേര് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നില്ല. ചില വീരന്മാര് ഇറച്ചിക്കടയ്ക്കൊക്കെ പേരിടും, ചില കടകൾക്കൊക്കെ അങ്ങനെയൊക്കെ പേരിട്ടെന്ന് വരാം. എന്നാൽ പോലും ദൈവം വിളിച്ച ആ വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അടയ്ക്കുന്നു. നമ്മുടെ കണ്ണുനീരുകളെ അവിടെ സമർപ്പിക്കുന്നു, നമ്മുടെ ഭാരങ്ങളെ അവിടെ സമർപ്പിക്കുന്നു, നമ്മുടെ യാചനകൾക്കും നമ്മുടെ ആദ്യഫലങ്ങൾക്കും എല്ലാം അവർ ദൈവസന്നിധിയിൽ യാചന അടയ്ക്കുന്നു. മോർ പത്രോസ് താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞവൻ, മീൻപിടുത്തക്കാരനാണ്. താരതമ്യേന അല്പം പേടിച്ചു തൂറിയാണ്. അതോടൊപ്പം തന്നെ അല്പം ധീരതയൊക്കെ കാട്ടും, വാളെടുത്ത് വെട്ടുമൊക്കെ ചെയ്തവനാണ്. ഭീതി കൊണ്ട് കടലിലോട്ട് താണു. പക്ഷേ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് കബറടക്കപ്പെട്ട് ഉദ്ധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ക്രൂശിച്ചവരെ യൂഹദന്മാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് അതേ ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ അവരിൽ 3000-ആയും 5000-ആയും
ജനസഹസ്രങ്ങൾ കടന്നു വന്ന് അതേ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ തക്കവണ്ണം വിദ്യാവിഹീനനായിരുന്ന യാതൊരു കഴിവും ഗുണവുമില്ലാതിരുന്ന പത്രോസിലൂടെ ദൈവം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. അതെ, ആ പത്രോസിലൂടെ ഇന്നും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നു. മോർ പൗലോസ് ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനിയായി. അദ്ദേഹത്തോളം ജ്ഞാനിയും ഗമാലിയലിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസവും മൂലം ശ്രേഷ്ഠമായ ജ്ഞാനങ്ങൾ പ്രാപിച്ച ലോകമൊക്കെയും അദ്ദേഹം നടന്ന് കഷ്ടപ്പെട്ട് സുവിശേഷം പ്രസംഗിച്ചു. ഇന്നത്തെ പോലെ ഒരു വിസയും പാസ്പോർട്ടും ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തിൽ ചെന്ന് സുവിശേഷം പറയാൻ പറ്റുന്ന അവസ്ഥയൊന്നും ആയില്ലല്ലോ. ഈ അടുത്തിടയ്ക്ക് ഒരു 3 വർഷം മുമ്പ് മാൾട്ടയിൽ പോയി. യൂറോപ്യൻ രാജ്യമാണ്, തിരുവചനത്തിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലമാണ്. അതുവഴി പൗലോസ് അപ്പോസ്തലൻ യാത്ര പോയപ്പോൾ ഇതിന്റെ സമീപത്ത് വന്ന് കപ്പൽ തകർന്ന് അദ്ദേഹം അവിടെ അടിഞ്ഞുകൂടി. എന്തെങ്കിലും കഴിച്ചു കുടിച്ചും കഴിയാമെന്നല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. ഫലമോ ആ ദ്വീപിലുണ്ടായിരുന്ന മുഴുവൻ പേരും യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. പിന്നീട് താൻ പറയുണ്ടായി, എന്റെ കപ്പൽ തകർന്നത് ദൈവം ഈ ദ്വീപിലുണ്ടായിരുന്നവരെ സ്വീകരിക്കുവാൻ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ തകർച്ചയിലും ദുരിതത്തിലും പ്രയാസത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിത്തീർന്നു. മോർഗീവറിസ് താരതമ്യേന ഒരു കുറഞ്ഞ നിലവാരത്തിലുള്ള ഒരു പട്ടാളക്കാരനായിരിക്കുമ്പോൾ തന്റെ തൊഴിലിനെ പ്രതി ദുഃഖിക്കാതെ തന്നിൽ പരിമേലിക്കപ്പെട്ടതായ ഒരു ദൗത്യവുമായി അടുത്ത രാജ്യത്തേക്ക് എന്നു. ആ നാട്ടിലെ ആളുകളെ കണ്ണുനീർ കണ്ട് അവർ വിഷമിക്കുന്നു, പ്രയാസപ്പെടുന്നു, ഭാരപ്പെടുന്നു. അവരുടെ ആളുകളെ കൊല്ലുന്നു, അവരുടെ നീർച്ചാലുകൾ നശിപ്പിക്കുന്നു, അവരുടെ കൃഷിഭൂമികൾ ഇല്ലായ്മ ചെയ്യുന്നു, ആടുപാടുകളെ തിന്നു തീർക്കുന്നു. അങ്ങനെ എല്ലാ നിലത്തിലും അവരെ വിഷമിപ്പിക്കുന്നതായ ആ ജന്തുവിനെ ഇല്ലായ്മ ചെയ്തതിലൂടെ കണ്ണീരൊപ്പുന്നവനായി തീർന്നു. മോർഗീവറിസയുടെ മധ്യസ്ഥയിൽ നമ്മൾ അഭയപ്പെടുന്നു. പരിശുദ്ധി അമ്മ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൈവാലയങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മോർഗീവറിസിന്റെ മധ്യസ്ഥയിലാണ്. ലോകത്തിൽ നിരവധി രാജ്യങ്ങൾ അദ്ദേഹം പേട്രൺ സെയിന്റ്. അതേ, അദ്ദേഹം കണ്ണുനീരൊപ്പുന്നവനാണ്. ഒരു പെൺകുട്ടി വഴിസേനത്ത് കരയെന്ന് കണ്ടപ്പോൾ തനിക്കൊരു ചാൻസ് കിട്ടി എന്നല്ല കണ്ടത്, തനിക്ക് സംരക്ഷിക്കുവാനുള്ളതായ ഒരു അധികാരം ദൈവം നൽകിയിരിക്കുന്നു. അവളുടെ കണ്ണീരൊപ്പിയതോടൊപ്പം തന്നെ രാജ്യക്കാരുടെ മുഴുവൻ കണ്ണീരും ഒപ്പുന്നു. സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന മോർഗീവറിസ് നല്ല ശുദ്ധജല സ്രോതസ്സുകളെ ഉന്മൂലനാശം ചെയ്യുന്ന ജീവിയെ നശിപ്പിക്കുന്നു, കൃഷിഭൂമികളെ നശിപ്പിക്കുന്നതായ ജീവിയെ നശിപ്പിക്കുന്നു. ഇത് നമുക്കുള്ളതായ വലിയൊരു പാഠമാണ്. നമുക്ക് ഈ പ്രകൃതിയെ സ്നേഹിക്കുവാനും ഇവിടുത്തെ ശുദ്ധജല സ്രോതസ്സുകളെ പരീക്ഷിക്കുവാനും നമ്മുടെ കൃഷിഭൂമികളെ പരീക്ഷിക്കാനുമുള്ളതായ ഒരു ചുമതല ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള ആ പാട്ടെത്രയോ അർത്ഥസത്യമാണ്. പ്രിയപ്പെട്ടവരെ, തന്റെ ജീവൻ പോകുന്നതായ സമയത്ത് പോലും യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ മാതൃകയാക്കി കാട്ടിയ അദ്ദേഹം തനിക്ക് വേണമെങ്കിൽ രാജ്യത്തിന്റെ പകുതിയും രാജകുമാരിയെ ലഭ്യമാകുമെന്നിരിക്കുക, അതൊന്നും വേണ്ട. അവരോട് പറഞ്ഞു, നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കണം. നിങ്ങൾ ദൈവാലയത്തെ ബഹുമാനിക്കണം, ആചാര്യന്മാരെ നിങ്ങൾ ബഹുമാനിക്കണം. മോർഗീവറിസിന്റെ പെരുന്നാളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തിന്റെ ഈ പഠിപ്പിക്കൽ അർത്ഥം ഉള്ളതായി എടുക്കുവാൻ പറ്റും. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു. വളരെ ചുരുക്കി പറഞ്ഞാൽ, മോടെ കല്യാണത്തിന് പോയിട്ട് ആ പലകയുടെ പുറത്തിരുന്ന് ഷൂവും പൂവും ഒക്കെ വെക്കുന്ന ആളിലേക്ക് പോയി കറക്കി തിരിച്ച് എപ്പോഴാണ് നല്ല സമയം നോക്കിക്കൊണ്ട് വരരുത്. ഇതെല്ലാം കഴിയുമ്പോൾ അവള് പൊട്ടിച്ച് വീട്ടിൽ വരും. എന്നാൽ എന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വിട്ട് വീടിന് കല്ലിടാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും നേരവും കുളികയും കാലവും ഒക്കെ നോക്കുക. സ്വർഗത്തിലെ ദൈവത്തെ നമുക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ അവൻ നമുക്ക് കരുതലും കാവലുള്ളവനാണ്. ദേവാലയങ്ങൾ പൊതുയോഗങ്ങൾ കൂടുവാനും കമ്മിറ്റി കൂടുവാനും പുരോഹിതനെ ചീത്ത പറയാനും ഉള്ളതുമല്ല. ബഹുമതിപൂർവ്വം ഞാൻ നിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു, സ്വർഗീയ രാജാവാദാത എന്നൊക്കെയാൻ എന്റെ കാഴ്ചകളെ, എന്റെ നേർച്ചകളെ അർപ്പിക്കുമെന്ന് പറഞ്ഞ് ഭയഭക്തി ബഹുമാനത്തോടെ കടന്നു വരണം. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് പഠിപ്പിക്കണം. ദേവാലയത്തെ ബഹുമാനിച്ചു. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ വരുമാനക്കാരെന്ന് ചോദിച്ചാൽ പുരോഹിതൻ. വർക്കിംഗ് അവേഴ്സ് എത്രയാന്ന് ചോദിച്ചാൽ 24 hours, ഉറക്കമില്ല, ഊണില്ല, എപ്പം വിളിച്ചാലും പൊക്കമാണ്. ഏത് രോഗാവസ്ഥയാണേലും വിശ്വാസികൾക്ക് വേണ്ടി പുറപ്പെടും. എന്നാൽ ആ പുരോഹിതരെ സോഷ്യൽ മീഡിയകളിലൂടെ അധിക്ഷേപിക്കുന്നു. ഏറെ ദയനീയമായ ഒരു അവസ്ഥയാണെന്ന് മോർഗീവറിസ് നമ്മെ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇന്നും പൊൻ കുതിരമേൽ ആകുലതയിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവർക്ക് താങ്ങും തണലുമായി ഓട്ടിവരും. പ്രത്യേകിച്ച് നമ്മുടെ പിതാക്കന്മാർ കൃഷിവലയന്മാരായിരുന്നു. കൃഷിക്കായി ഇറങ്ങിപ്പോകുമ്പോൾ മോർഗീവറിസിന്റെ മധ്യസ്ഥയിൽ അഭയപ്പെടുമായിരുന്നു.
അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികൂലതകളിൽ ദൈവം പരിശുദ്ധന്റെ മധ്യസ്ഥയാൽ അവർക്ക് കാവലും കോട്ടയും. ഈ പരിശുദ്ധൻ നമുക്ക് ദേശത്തിന് അനുഗ്രഹമാകട്ടെ, വാഴ്വാകട്ടെ. അതോടൊപ്പം തന്നെ ഈ ഇടവകയ്ക്ക് ലഭ്യമായ അനുഗ്രഹമാണല്ലോ പുണ്യപ്പെട്ട പിതാക്കന്മാരായ മോർ യാക്കോബിന്റെയും മോർ ശമൂവിന്റെയും തിരുശേഷിപ്പ്. ഇത്രയും ചരിത്രമുറങ്ങുന്ന പുണ്യഭൂമിയായ ഈ ഇടവയ്ക്ക് ലഭ്യമായിരിക്കുന്ന പരിശുദ്ധ അമ്മയോട് സൂനോറോട് ഒന്നിച്ച് ലഭ്യമായിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ അവരുടെ വാഴ്വുകളും എത്രയോ വലുതാണ്. നമുക്കും ഈ വിശുദ്ധ സങ്കല്പത്തിലേക്ക് വരുവാനും ശൂന്യവൽക്കരണത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാനും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുരിശുകളിലൂടെ ദൈവത്തെ സ്തുതിപ്പാൻ ഇവിടെയായി തീരട്ടെ എന്ന് ഓർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദേവാലയമാണ് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ദിവ്യമായ സാന്നിധ്യവും അനുഗ്രഹവും നിറഞ്ഞു കവിയുന്ന ഈ ഇടവക പള്ളി നാനാജാതി മതസ്ഥരായവർക്ക് എന്നും അഭയകേന്ദ്രമാണ്. പ്രത്യേകിച്ച് ഏറെ ബഹുമാനായ നിങ്ങളുടെ വികാരിയച്ഛൻ ബേബി ജോണച്ചൻ, ഞാനൊരു വൈദികനായിട്ട് നിരണത്ത് ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി അവിടെ നിന്നാണ്. അവിടെ അദ്ദേഹം വരും. എനിക്ക് ഒത്തിരി ബഹുമാനവും ആദരവും തോന്നും. കാരണം ഏത് കാര്യത്തെയും വളരെ ആലോചിച്ചും മാത്രം മറുപടി പറയുകയും ആരോടും പറഞ്ഞാത്ത നല്ല ഒരു സ്വഭാവ സവിശേഷതയുടെ ഉടമ. ഒത്തിരി എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനവും സ്നേഹവും. നമുക്കിന്ന് ദേവാലയം നഷ്ടപ്പെട്ടു പോയെങ്കിലും ഏപ്രാൽ പള്ളിയിൽ അദ്ദേഹം മിക്കപ്പോഴും വരുമായിരുന്നു. അന്നും ഇന്നും ഒരു മകനോടുള്ളതായ ഒരു വാത്സല്യം ബലഹീനായി എനിക്ക് നൽകി. ഒത്തിരി ഒത്തിരി സ്നേഹവും അച്ഛനോട് അറിയിക്കട്ടെ. അച്ഛൻ കൂടുതൽ ആരോഗ്യവാനാകട്ടെ, ദൈവം ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഇടവകയുടെ പഴയ വികാരിയായിരുന്നു, ഇപ്പോൾ വികാരിയായിരിക്കുന്ന ഇതിന്റെ സർവ്വതോന്മുഖമായ ഉയർച്ചയ്ക്ക് ഇവിടുത്തെ ഭരണക്കാരോടൊന്നിച്ച് അദ്ദേഹം അഹോരാത്രം പ്രയത്നിച്ചു. ദൈവം തക്കതായ പ്രതിഫലം സ്വർഗത്തിൽ നിന്നും കന്യരിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. അനുഗ്രഹീതനായ ഒരു കൊച്ചച്ഛനെ ഇവിടേക്ക് നമുക്ക് ലഭ്യമായി പ്രിയപ്പെട്ട ഏലിയാസ് അച്ഛൻ. വലിയച്ഛനോട് ചേർന്ന് തന്നെ നമ്മുടെ എല്ലാം ആത്മീയ നൽവരങ്ങൾക്ക് വേണ്ടി അദ്ദേഹവും പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെടുന്ന ഷാജി അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനെ എത്രയോ വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ്, ഒരു ഹൃദയത്തിന്റെ അഗാധതയിലുള്ള ഒരു ബന്ധമാണ്. എനിക്ക് ഒരുപക്ഷെ തോന്നുന്നു എനിക്ക് അങ്ങോട്ടുള്ളതിന്റെ 10 മടങ്ങ് സ്നേഹം അദ്ദേഹം എന്നോട് കാണിക്കാറുണ്ട്. അച്ഛനെയും പ്രത്യേക ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സനുവച്ചൻ ഇപ്പോൾ ഈ ദേശക്കാരനായിട്ട് വസിക്കുന്നു. അദ്ദേഹവും ചേർന്ന് വന്ന് നമ്മെ പ്രാർത്ഥനകളിലൂടെ അനുഗ്രഹിച്ചു. ദൈവം അനുഗ്രഹം നൽകട്ടെ. ഇവിടുത്തെ ട്രസ്റ്റിമാരായിരിക്കുന്ന പ്രിയപ്പെട്ട വട്ടപ്പാറയിൽ ശ്രീ സാബു വർഗീസ്, PDAക്കൽ ശ്രീ വർഗീസ് ഐസക് എന്നിവരെയും, സെക്രട്ടറി, കമ്മിറ്റിക്കാർ, വിവിധ ഭക്തസംഘടനയുടെ ശുശ്രൂഷകർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ദേവാലയത്തിൽ ഒത്തിരി നല്ല ശുശ്രൂഷകരെ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ അച്ഛൻ്റെ ആ പരിശീലനത്തിൻ്റെയാണ്. ഒത്തിരി മനോഹരമായിട്ട് അവർ നിൽക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ കൂടെ നിന്ന പ്രിയപ്പെട്ട മോനൊക്കെ ഉണ്ട്. ഒത്തിരി നന്ദി അറിയിക്കട്ടെ. ഗായസംഘത്തെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തിന്മേൽ കൃപകളും വാഴ്വുകളും ചുരുക്കി നിങ്ങളുടെ കണ്ണുനീരോടെ പ്രാർത്ഥനയ്ക്കകത്ത് വേഗത്തിൽ എളുപ്പത്തിൽ മറുപടി നൽകുകയും നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് 30, 60, 100 ഇരട്ടിയായി സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധ പാത്രികീസ് ബാവായി ഓർത്ത് പ്രാർത്ഥിക്കണം. ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ ശാരീരിക വൈഷമ്യങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ ഏവരുടെയും പ്രാർത്ഥനയാണ് ബാവയെ ശക്തീകരിക്കുന്നത്. മേഖലയുടെ മെത്രാപ്പോലിത്ത തിരുമനസിലെ തൃപ്പാദത്തിൽ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി സ്നേഹവും അറിയിക്കുന്നു. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. കരുണയോടെ ഭൂലോകത്തെ ഉണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടി തന്റെ പൂജനീയമായ പങ്കപ്പാടുകളാൽ ലോകത്തെ വീണ്ടെടുത്ത
പരിശുദ്ധനായ ഏകജാതൻ നമ്മോടുകൂടെ ആയിട്ടുള്ളതുണ്ടാവണം പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായി നമ്മോടുകൂടെയും കർത്താവിന്റെ തിരുനാമം ആദികാലം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആയുഷ്കാലെ പഠിപ്പിച്ച താരന്മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ ശാശ്വതരാജി സ്വർഗത്തിൽ നയവാൻമാർക്കും പ്പെട്ടു എന്നിവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർ കീഴും ഒരേയോരാകെ മേലുവാനാരേ. ഞാൻ സ്തുതിയോടു രാജമകൾ ഹാലേ ലോയ ഓ ഹാലേ ലോയ നിൻ വലഭാഗെ രാജഭാമിനിയും ഭക്തർ പുകഴ്ച ഭാജനമേ മന്നമകൾ കായി ശ്ലോമോ ബോല ബോറോ വൽറൂഹോ കാദീശോ മോറാനേശു കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ തമ്പുരാനെ പറ്റി അമ്മയോട് നമ്മളുടെ കാവൽ പിതാക്കന്മാരുള്ളതായ മധ്യസ്ഥയാചനയുടെ സമയമാവും. ഗോകുൽത്തായിലെ കുരിശിന്റെ ചുവട്ടിൽ നമുക്ക് വേണ്ടി അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കുവാനും സ്വർഗം നമുക്ക് നൽകിയ സകല നന്മകളെയും പ്രതി അളവില്ലാതെ സ്തുതിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ശോധന ചെയ്ത് അവയിൽ വിമുക്തി പ്രാപിപ്പാനും സർവോപരി നമ്മുടെ നിത്യജീവിതത്തെ അലങ്കോലപ്പെടുന്ന സകലവിധമായ പ്രതികൂലതകളിൽ നിന്നും വിടുതൽ പ്രാപിപ്പാനുമായി സമയത്ത് നമുക്ക് കണ്ണുനീരോടെ ദൈവസന്നിധാനത്തിൽ ചേർന്ന് വരാം. ശുഭഹോ ലാബോല ബ്രോ വലറൂഹോ കാദിശോ
കാരുണ്യവാനായ ദൈവമേ, കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു, ഞങ്ങൾ ലജ്ജിച്ചു പോകരുത്. നീ മുഖാന്തരം സർവ്വദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിച്ച് വീണ്ടും ഉള്ളപ്പെടണമേ. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും അവിടുന്നാണല്ലോ. ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് അശേഷവും കോപിക്കരുത്. രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങളെയും കുറവുകളെയും അവിടുന്ന് ഓർക്കരുത്. നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോഗുണത്താലും ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടും കൊള്ളണമേ. എന്തെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയുമാണല്ലോ. തിരുനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടുമിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവായ പരിശുദ്ധ കന്യകമറിയാം അമ്മയ്ക്ക് തിരുസന്നതിയിൽ അപേക്ഷാ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് അമ്മയുടെയും പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളാൽ ഉത്തമനേ ദയവ തോന്നി ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. കാരുണ്യവാനായ ദൈവം തമ്പുരാനേ, നിന്റെ സന്നിധാനത്തിൽ കണ്ണുനീരോടും ഹൃദയവേദനയോടും അടിയങ്ങൾ ചേർന്ന് വരുന്നു. ഭാഗ്യവതിയായ അമ്മയുടെയും ഞങ്ങളുടെ കാൽപിതാക്കന്മാരുടെയും ദിവ്യമായ മധ്യസ്ഥയാചന കൈക്കൊള്ളണമേ. അടിയങ്ങളോട് കരുണ തോന്നുമാറാകണമേ. പരിശുദ്ധ സഭയോട് ദൈവ തോന്നണമേ. തർക്കങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കണമേ. ഞങ്ങളെ മേയിച്ചു ഭരിക്കുവാൻ അവിടുന്ന് കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഞങ്ങളുടെ പ്രധാന ആചാര്യന്മാരുമായവർക്ക് ദൈവീയ നടത്തിപ്പ് പ്രാപ്യമാകുവാനായി ഭാഗ്യവതിയായ ദൈവമാതാവേ, പാപികൾക്ക് മാനസാന്തരവും കോപിച്ചിരിക്കുന്നവർക്ക് ശാന്തതയും ഭിന്നതയിൽ കഴിയുന്നവർക്ക് ഐക്യതയും ഇണങ്ങിയിരിക്കുന്നവർക്ക് സംയോജിപ്പും കുടുംബത്തിൽ സ്നേഹവും വിശുദ്ധിയും മനസ്സമാധാനത്തോടെയുള്ള ജീവിതവും പ്രാപ്യമാകുവാനായി മഹാഭാഗ്യവാനായ ഗീവർഗീസദായേ വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് സമാധാനവും യൗവനക്കാർക്ക് പരിപാകതയും ദൈവാശ്രയവും ജീവിത നൈർമല്യവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുസരണവും നല്ല വളർച്ചയും സ്വഭാവ മഹിമയും ഉണ്ടാകുവാനായി മഹാപരിശുദ്ധനായ മോർ പത്രോസ്ലീഹ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ചണ്ടകൾ ദൂരീകരിക്കപ്പെടണമേ. അവ സമാധാന കേന്ദ്രങ്ങളായി തീരണമേ. ഞങ്ങളും ഞങ്ങൾക്കുള്ളവർ സദാ ഇപ്പോഴും സുരക്ഷിതരായിരിക്കണമേ. മനസ്സമാധാനത്തോടെ ദിനംതോറും കഴിയുവാൻ കൃപ ലഭ്യമാകുവാനായി പുണ്യപിതാവായ മോർ പൗലോസ്ലീഹ വിവാഹപ്രായം കഴിയാറായിട്ട് ജീവിതസഖിയെ കണ്ടെത്തുവാൻ സാധിക്കാതെയും ശാരീരിക വൈഷമ്യങ്ങളിലൂടെയും സാമ്പത്തികമായ പ്രതികൂലതകളിലൂടെയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ സാധ്യമാകാതെ കണ്ണുനീരോടെ കഴിയുന്നവരുടെ വേദനകളെ തുടച്ചു മാറ്റുവാനായി പുണ്യപിതാവായ യാക്കോബേ സന്താന സൗഭാഗ്യമില്ല നിത്യദുഃഖത്തിലായിരിക്കും ദമ്പതികളെ ദൈവമേ അവിടുന്ന് ദർശിക്കുമാറാകണമേ. വന്ധ്യമായ സാറായുടെയും എലിസബേത്തിന്റെയും ഉദരത്തെ പുത്രോത്പാദനത്താൽ അനുഗ്രഹിച്ചതുപോലെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഉത്തമ സന്താനങ്ങളെ നൽകി അവരുടെ കണ്ണുനീരുകളെ തുടച്ചു മാറ്റുവാനായി
ഭാഗ്യവാനായ മോർശമോനെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ദുഃഖിച്ചും വിലപിച്ചും കഴിയുന്നവർക്ക് ആശ്വാസവും ദുശീലങ്ങൾക്കും ദുർമാർഗങ്ങൾക്കും അടിമപ്പെട്ടവർക്കുള്ളതായി വിടുതലും മദ്യപാനത്തിൽ ലഹരികൾക്കും എതിരായിരിക്കുന്നവർ വിമോചിക്കപ്പെടുവാനുമായി ഭാഗ്യവതിയായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളോടുള്ളതായ സ്നേഹത്തെ പ്രതിയടി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ കുഞ്ഞുങ്ങളെ നിന്റെ തിരുസന്നിധാനങ്ങൾ സമർപ്പിക്കുന്നു. അവർ അനുഗ്രഹത്തിന്റെ മക്കളായി വളർത്തപ്പെടുമാറാകണമേ. അവർ മുഖാന്തരം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. അവരുടെ ഗുരുനാഥന്മാരെ അനുസരിക്കുകയും ഉത്തമ സന്താനങ്ങളെ സ്വീകൃതമാകുവാനുമായി പരിശുദ്ധനായ സദാ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ജീവിത സന്ധാരണത്തിനായി ഒരു തൊഴിലില്ലാതെ കണ്ണുനീരോടെ കഴിയുന്ന കുഞ്ഞുങ്ങളെ നിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഉപജീവന മാർഗം പ്രാപ്യമാകുവാനായി അവർ കണ്ണുനീരോടെ യാചിക്കുന്നു. നിന്റെ മക്കളുടെ യാചനകളെ കൈക്കൊണ്ട് അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുവാനായി പരിശുദ്ധനായ പത്രോസ്ലീഹ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്നുമാകുന്ന വിദൂരങ്ങളിലും വിദേശങ്ങളിലുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. തങ്ങളെ അറിയാത്തതും താനറിയാത്തതുമായ ദേശത്തവർ ആയിരിക്കുമ്പോൾ നിന്റെ കരുണയുടെ ചിറകേൽ അവർ മറയ്ക്കപ്പെടുമാറാകണമേ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി അവർ കാലാകാലങ്ങളിൽ മടങ്ങി വരുവാനായി പുണ്യപിതാവായ മോർ പൗലോസ്ലീഹ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. അടിയങ്ങൾ ജീവനോപാധികളെ അനുഗ്രഹിക്കുമാറാകണമേ. കൃഷിഭൂമികൾ വാഴ്ത്തപ്പെടണമേ. ആടുമാടുകൾ കാത്തു പരിപാലിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ അധ്വാനത്തിന് 30-60 ഇരട്ടിയായി സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം പ്രാപിപ്പാനായി ഭാഗ്യവാനായ മോർശമോൻ പിതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. വിവിധങ്ങളായ രോഗങ്ങൾക്കടിമപ്പെട്ട് ശരീരവും മനസ്സും തകർന്ന ആശുപത്രികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന നിന്റെ മക്കളെ അവിടുന്ന് തൊട്ട് സ്പർശിച്ചെഴുന്നേൽപ്പിക്കുമാറാകണമേ. ദീർഘകാലമായി നിലനിൽക്കുന്ന മാറാ രോഗങ്ങളെ നീക്കിക്കളയണമേ. അവർ രോഗക്കിടക്കുകളെ വിട്ട് എഴുന്നേറ്റ് വന്ന് നിന്റെ സന്നിധാനത്തിൽ സന്തോഷത്തിന്റെ ബലികളെ സമർപ്പിപ്പാനായി പരിശുദ്ധനായ മോർയാക്കോ പിതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും സഹായിപ്പാൻ ആരോരുമില്ലാതെ വിഷമിക്കുന്നവർക്കും നിർധനരായവർക്കും വിധവകൾക്കും ദൈവികമായ സഹായങ്ങൾ നൽകുമാറാകണമേ. ധനവാന്മാർക്ക് സഹായത്തിന് മനസ്ഥിതിയെ നൽകണമേ. അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും മരണകരമായ പാപങ്ങളിൽ നിന്നും സകലവിധമായ പ്രതികൂലതകളിൽ നിന്നും അടിയങ്ങളെ കാത്തു പരിപാലിക്കുമാറാകണമേ. ക്രിസ്തീയ അന്ത്യം പ്രാപിപ്പാൻ അടിയങ്ങൾക്ക് അവിടുന്ന് കൃപ ചൊരിയണമേ. നാഥാ, നിന്റെ സന്നിധാനത്തിൽ ഞങ്ങളുടെ അമ്മയും പുണ്യ പിതാക്കന്മാരും മധ്യസ്ഥ അണയ്ക്കുന്നു. അവരുടെ മധ്യസ്ഥ യാചനയെ കൈക്കൊണ്ട് അടിയങ്ങളോട് കരുണ ചൊരിയുമാറാകണമേ. നാം 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ഏറ്റു ചൊല്ലണം. കുറിയേലൈസോൻ, കുറിയേലൈസോൻ,
ഉത്തരമരുളണമേ നാഥ അലിവോട് കൃപ ചെയ്യുക നാഥ അലിവോട് കൃപ ചെയ്യുക നാഥ അലിവോട് കൃപ ചെയ്യുക നാഥ ശുഭഗോലോ കുമോറാ ശുഭഹോലോ കുമോരാ ശുഭഹോലോ സാവര വെനമോലും വാരേകുമോ ആകാശത്തിലിരിക്കുന്ന ഞങ്ങളുടെ ബാവാ നിന്റെ രാജ്യം വരണമേ നിന്റെ ദേശസ്വതയെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. വിതുമ്പുന്ന ആദരങ്ങളോടും തുളുമ്പുന്ന കണ്ണുകളോടും നീർന്ന ഹൃദയത്തോടും കൂടി ദൈവസന്നിധാനത്തിൽ ചേർന്ന് വന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച നിങ്ങളെല്ലാവരെയും മേലുള്ള ഉയരങ്ങളിൽ ദൈവം തമ്പുരാൻ തൃക്കൺ പാർക്കുകയും തന്റെ സ്വർഗീയമായ വലതുക്കൽ